നിങ്ങൾ ഏത്തയ്ക്ക കപ്പ കഴിച്ചിട്ടുണ്ടോ? നമ്മുടെ നോർമൽ കപ്പയിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതിൻ്റെ കളർ തന്നെയാണ് ഹൈലൈറ്റ്. അതിൻ്റെ കളർ നോക്കിയറിയാം. നമ്മൾ മഞ്ഞപ്പൊടി ഒന്നും ഇട്ട് പുഴുങ്ങിയതല്ല, നമ്മൾ ഏത്തപ്പഴമൊക്കെ പുഴുങ്ങി വെച്ചേക്കുന്ന ആ ഒരു കളറാണ് നമ്മുടെ ഈ കപ്പയ്ക്ക്. ഇത് നോർമലി ഉള്ള കളറാണ്. നമ്മളത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ചെറിയ യെല്ലോ ഷെയ്ഡ് ആ കപ്പയിൽ. നമ്മൾ നോർമലി ഉള്ള കപ്പ കട്ട് ചെയ്യുമ്പോൾ അതിനൊരു കറക്റ്റ് പ്യുവർ വൈറ്റ് ആയിരിക്കും. ഇതിനൊരു ചെറിയൊരു യെല്ലോ ഷെയ്ഡ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്കിത് കപ്പ തിരിച്ചറിയാനായിട്ട് ഇതിൻ്റെ തണ്ടിനും ഒരു ചെറിയ വയലറ്റ് ഷെയ്ഡ് കൂടിയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ഇലയുടെ തണ്ടിന് നല്ല വെള്ള കളറായിരിക്കും. പിന്നെ ഇതിൻ്റെ തൊലി നമ്മൾ പുറത്തെ തൊലി പൊളിച്ചിട്ട് 2 തൊലി ഉണ്ടല്ലോ കപ്പയ്ക്ക്. ആദ്യത്തെ തൊലി പൊളിച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല വെള്ള കളറായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ വെള്ളസുന്ദരി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. കാരണം നമ്മൾ നോർമലുള്ള കപ്പയെക്കാട്ടിൽ കുറച്ചും കൂടി മധുരം കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കപ്പയാണ്, നല്ല ടേസ്റ്റാണ്. ഒരുപാട് സമയമൊന്നും വേണ്ട വേകാനായിട്ട്. നല്ല നൂറുള്ള കപ്പയാണെന്നുണ്ടെങ്കിൽ പൊളിച്ചെടുക്കാനും സുഖമാണ്. ഇതിങ്ങനെ പൊളിച്ചെടുത്തിട്ട് ഒരു പീസ് ഇങ്ങനെ എടുത്തിട്ട് നമ്മളിത് നല്ല മുളകിടിച്ചതൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മുളകും ചെറിയ ഉള്ളിയും കൂടി ഇടിച്ചതാണ്, വെളിച്ചെണ്ണ ഒഴിച്ച്. എന്നാ ഒരു ടേസ്റ്റാണെന്നറിയാം ഇങ്ങനെ കഴിക്കാൻ. നല്ല പൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. നമ്മൾ പറഞ്ഞു വന്ന അതല്ല, നമ്മൾ ഈ കപ്പയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇതിൻ്റെ പേര് ഏത്തയ്ക്ക കപ്പയെന്നാണ്. അപ്പോൾ ഇതിൻ്റെ തണ്ടൊക്കെ നമ്മൾ ഇവിടെ നമ്മുടെ തന്നെ മാങ്കോമടത്ത് തന്നെ കൃഷി ചെയ്തെടുത്താണ്. അപ്പോൾ അവിടെ നമ്മൾ പറിച്ച് പുഴുങ്ങിയെടുത്താണ്. അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പുഴുങ്ങിയെടുക്കുന്നതും അവിടെ പറിക്കാൻ പോകുന്നതായിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മാങ്കോമടസിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഇതോടൊപ്പം കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും.